നമസ്കാരം. ഞാൻ കല്ലാറ്റ് മണികണ്ഠൻ. നമ്മുടെ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കട മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ധാരികാവതം പാട്ട് എന്നുള്ളത്. കല്ലാറ്റ് കുറുപ്പാണ് ആ ചടങ്ങ് ചെയ്യണത്. അത് ധാരികാവതം എന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലെ തന്നെ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വഴിപാടാണ്. പൂരത്തിനും നമ്മൾ അത് തന്നെയാണ് നടത്തുന്നത്. പൂരത്തിന് എന്താണെന്ന് വെച്ചാൽ ദാരികനെ വധിക്കുക, കാളി ദാരികനെ വധിക്കുന്ന യുദ്ധം മാത്രമാണ് അവിടെ നമ്മൾ നടത്തപ്പെടുന്നത്. ഇത് ധാരിയാവതം പാട്ടിലൂടെ 1 മണിക്കൂർ ഇരുന്ന് ഭഗവതിയുടെ തെക്കും വാതിക്കലിരുന്ന് ചൊല്ലുന്നതാണ് ധാരിയാവതം പാട്ട് എന്നുള്ളത്. അത് ദ്വാപര യുഗത്തിൽ നടന്ന കഥയായിട്ടാണ് പറയണത്. ദേവാസുര യുദ്ധം ഉണ്ടാവലും അസുരന്മാർ തോറ്റോടലും അതിനുശേഷം ദാരികൻ പറയണ അസുരൻ ജനിക്കുന്നത്, ആ ജനിച്ച അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങണത്, അതിനുശേഷം ത്രിലോകങ്ങളും അടക്കി ഭരിക്കുക, അതിനെ തടയാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികൾ ഒരുമിച്ച് കൂടിയിട്ട് ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വാരാഹി, ഇന്ദ്രാണി തുടങ്ങിയിട്ടുള്ള 6 സപ്തമാതൃക്കളെ പറഞ്ഞയക്കുന്നു ദാരികനെ വധിക്കാൻ. അവരെയും ദാരികൻ തോൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ലോകങ്ങളും അടക്കി ഭരിച്ച് ഒരു ഗത്യന്തരം ഇല്ലാത്തൊരു സമയത്ത് മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ഭദ്രകാളിയായിട്ടാണ് ധാരിയാവതത്തിൽ പറയുന്നത്. അങ്ങനെ ആ ഭദ്രകാളി പിന്നെ വേതാളത്തിന്റെ പുറത്ത് പോയി ദാരികനോട് യുദ്ധം ചെയ്യലും അതിനുശേഷം ദാരികനെ വധിച്ച് കൈലാസത്തിൽ വന്ന് ദാരിക ശിരസ് വെക്കലും ഭഗവാന് സമർപ്പിച്ച് നമസ്കരിക്കലും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് ധാരിയാവതം പാട്ട് എന്ന് ചൊല്ലുന്നത്. അതിലെ ചെറിയ ഒരു ഭാഗമാണ് ധാരിയാവതത്തിന് നമ്മൾ കാലുപിടിയുടെ സമയത്ത് ചെല്ലണത്. ദാരികനെ കാളി വധിക്കുന്ന സമയത്ത് ദാരികൻ കേണപേക്ഷിക്കുന്നത്. അത് ഈ 1 മണിക്കൂർ ചെല്ലുന്ന ധാരികാവതത്തിലെ 4 വരി മാത്രമാണ്. 12 ആദിത്യനാണ് കുത്തരുതേ കൊല്ലരുതേ തമ്പുരാട്ടി, 11 രുദ്രനാണ് കുത്തരുതേ കൊല്ലരുതേ തമ്പുരാട്ടി, 10 ദിശകളാണ് കൊല്ലരുതേ തമ്പുരാട്ടി, അങ്ങനെ ഏക പരബ്രഹ്മമാണ് കുത്തരുതേ കൊല്ലരുതേ തമ്പുരാട്ടി എന്നിവരെയാണ് നമ്മൾ പൂരത്തിന് അത് ചെല്ലാറുള്ളത്. അതുപോലെ കാളി ദാരിക വായ്പോര്, ആ വായ്പോരും ഈ ധാരികാവതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിവിശിഷ്ടമായ ഒരു ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് ഈ ധാരിയാവതം പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ധാരിയാവതം പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, കേട്ടാൽ കേട്ടവർക്കെല്ലാം കേടുക്ലേശം തീരും, കേൾപ്പിച്ചവന് ഗംഗാ സ്നാനഫലം വരും, സ്ത്രീകൾ കേൾപ്പിന്നട് മംഗല്യമേറ്റമേറ്റം കാലം, കുട്ടികൾ കേട്ട വിദ്യാഭ്യാസത്തിന് പ്രാപ്തന്മാരാവും. അങ്ങനെ ഈ ധാരിയാവതത്തിൽ തന്നെ ഇതിൻ്റെ ഓരോ കേട്ടാലും അത് ചെയ്താലുള്ള ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഐശ്വര്യങ്ങളാണ് ഇതിനെ നമുക്ക് നേടിത്തരുന്നത്. ഭഗവതിക്ക് അത്രയും ഇഷ്ടപ്പെട്ട പ്രീതിപ്പെട്ട ആ സ്വയം ഭദ്രകാളി ജനിക്കണതും ഭദ്രകാളിയുടെ യുദ്ധത്തിന് ശേഷം മഹാദേവനെ പോയി കണ്ട് ദാരികന്റെ ശിരസ് സമർപ്പിച്ചിട്ട് മഹാദേവന്റെ അരുളൽപ്പാടാലെ മലഭൂമിയിൽ വന്നിട്ട് ജനങ്ങൾക്ക് പരദേവതയായി വസിക്കണം മുതലായിട്ടുള്ള ചടങ്ങുകൾ വിസ്തരിച്ച് പറയുന്നതാണ് ധാരിയാവതം പാട്ട് എന്നുള്ളത്. അത് വളരെ ഓരോ വീട്ടിലും ഓരോരുത്തരും അത് വഴിപാടായിട്ട് ഓരോ ദിവസം ഓരോരുത്തരുടെ വഴിപാടായിട്ടാണ് ചെയ്യലുള്ളത്. അത് കർക്കിടക മാസം മുഴുവനും നമ്മൾ മുടങ്ങാതെ നടത്തി വരുന്നു. നമസ്കാരം.